ചിന്താപ്രഭാതം. ജീവിക്കാൻ അറിയാത്തവർക്കുള്ള ഏക പോംവഴി ജീവിത സാഹചര്യങ്ങളെ പഴിക്കുക എന്നുള്ളതാണ്. അപരിചിതനായ ഒരു യാത്രക്കാരൻ ആട്ടിടയനോട് ചോദിച്ചു, ഇന്ന് കാലാവസ്ഥ എങ്ങനെയുണ്ടാകും? ഇടയൻ പറഞ്ഞു, എനിക്ക് ഇഷ്ടമുള്ള കാലാവസ്ഥയായിരിക്കും. സംഭാഷണം തുടർന്നു. അതെങ്ങനെ താങ്കൾക്ക് മനസ്സിലായി? അനുഭവത്തിൽ നിന്നാണ് സാറേ. എനിക്ക് ഇഷ്ടമുള്ളതൊന്നും എപ്പോഴും കിട്ടാറില്ല. കിട്ടുന്നതിനെയെല്ലാം ഇഷ്ടപ്പെടാൻ സാവധാനം ഞാൻ പഠിച്ചു. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ്, ഞാൻ ഇഷ്ടപ്പെടുന്ന കാലാവസ്ഥയായിരിക്കും ഇന്ന്. ഇഷ്ടമുള്ളവയുടെ നിർവ്വാണം മാത്രമല്ല, ഇഷ്ടമില്ലാത്തവയുടെ സ്വീകരണം കൂടിയാണ് ജീവിതം. ആഗ്രഹങ്ങളുടെ നേർരേഖയിലൂടെ മാത്രം ആർക്കും എപ്പോഴും സഞ്ചരിക്കാനാവില്ല. ജീവിതത്തിലേക്ക് കയറി വരുന്നവയും ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നവയും ആരുടെയും അനുവാദം ചോദിച്ചിട്ടല്ല അപ്രകാരം ചെയ്യുന്നത്. ഇഷ്ടപ്പെടുന്നവയെല്ലാം വെട്ടിപ്പിടിക്കാൻ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും മതിയായേക്കാം. ഇഷ്ടപ്പെടാത്തവയും സ്വീകരിക്കാൻ തികഞ്ഞ മനസാന്നിധ്യവും നല്ല മനോഭാവവും വേണം. പല ജീവിതങ്ങളും വഴിമുട്ടുന്നത് ഇഷ്ടപ്പെടുന്നവയെ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയാത്തത് കൊണ്ടല്ല, ഇഷ്ടമില്ലാത്തവയെ കൈകാര്യം ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ്. മാറ്റാൻ കഴിയാത്തവയോട് മത്സരിക്കുന്നതിലും അവ മാറുമെന്ന് കരുതി കാത്തിരിക്കുന്നതിലും അർത്ഥമില്ല. മനസ്സിനെ പാകപ്പെടുത്തുക എന്നതാണ് മാറ്റിയിരിക്കുന്നതിനുള്ള അടിസ്ഥാന നിയമം. മറ്റു വഴികൾ തേടുക എന്നതാണ് അനാവശ്യമായ കാത്തിരിപ്പിനേക്കാൾ ഫലപ്രദം. എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും സ്നേഹപൂർവ്വം ശുഭദിനാശംസകൾ. രചന ബേബി മാത്യു അടിമാലി. ശബ്ദം നിഷാ സിൻസിയർ.